Hi guys, welcome back to the yet another video of Rinju Bhagya Vlogs. So എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ നമ്മളൊരു ജേണിയാണ്. അച്ഛനും അമ്മയും ഭരത്തും ഒക്കെ ഉണ്ട് കൂടെ. നമ്മള് തൃശ്ശൂരേക്കാണ് പോണത്. എന്താണ് എവിടെയാണ് പോകുന്നത് ലക്ഷ്യം? തൃശ്ശൂർ പോകുന്നുണ്ട്. നമ്മള് വഴിയെ പറയാം. അത് നമ്മൾ പോകുന്നത് എന്റെ കസിന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. അവൾ അങ്ങോട്ട് പോവാണ്. നമ്മളെ പ്ലാൻ പോലെ നടക്കുമെന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എല്ലാവരും ഓരോരുത്തരെ അമ്മ പോയി വിളിക്കണോ, അച്ഛനെ വിളിക്കും, പിന്നെ ഞങ്ങളെ വിളിക്കും, പിന്നെ ഭരത്തിനെ വിളിക്കും. നമ്മള് കുളിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കാണ്. അതെ, നമ്മുടെ റവ് ഇവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കും കുളിച്ച് റെഡി ആയിട്ട് പോവാം. കുളിച്ച് റെഡി ആയി ഡ്രസ്സ് മാറിയിട്ട് പോവാം. ഓക്കെ, ഫുഡ് കഴിക്കാൻ വെള്ളപ്പുണ്ട്, എഗ് ഉണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, കാപ്പി ഉണ്ട്. ഭാഗ്യ നമുക്ക് ഏതായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇഷ്ടുക്കറിയും വെള്ളപ്പവും കൂട്ടി കഴിച്ചു, എഗ്ഗും പാലൊക്കെ കുടിച്ചു. നമ്മള് ഇതാ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഭരത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ വാവനൂർക്കാണ് പോകുന്നത്. അതെ അതെ, 9 മണി എന്ന് പറഞ്ഞാൽ അറിയാലോ, 9:30 ആവും. അപ്പൊ ഏതായാലും പോണ വഴിക്ക് നമുക്ക് 1-2 കടയിലൊക്കെ ഒന്ന് കേറിയിട്ട് പോവാനുണ്ട്, പർച്ചേസ് ചെയ്തിട്ട്. അതെ, അപ്പോ നമ്മൾ 2 പേരും എടുത്തിട്ടില്ല, 2 പേർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ പോണ വഴിക്ക് ബാക്കി കാര്യങ്ങള്. ബ്യൂട്ടീഷ്യൻ ഭാഗ്യ അമ്മേനെ ലിപ്സ്റ്റിക് ഒക്കെ തേച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇട്ടത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുന്നേ. നിന്റെ കല്യാണത്തിനാ? നമ്മടെ കല്യാണത്തിനാ? ഇവരെ കല്യാണത്തിന് ലിപ്സ്റ്റിക് ഒന്നും ഇല്ലല്ലോ. നിങ്ങളെ കല്യാണത്തിന് അന്ന് മറ്റേ ബീട്രൂട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. നാച്ചുറൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ, ബീട്രൂട്ടൊക്കെ തയ്ച്ചേക്കും. നമുക്ക് പോകുന്ന വഴിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്, പിന്നെന്താ അങ്ങനെ. അപ്പൊ അത് നോക്കിയിട്ട് വേണം. എന്താ ടിങ് ടിങ് ബെല്ലടിച്ച്. ലീവ് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷം. അങ്ങനെ അപ്പൊ നമുക്ക് ആ ഒരു കടകളുള്ള സ്ഥലം കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പോവാനായിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എടുക്കായിരുന്നു. അപ്പൊ ഏതായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം എവിടെ കയറാന്നൊക്കെ ഉള്ളത്. നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് ആലത്തിയൂരില്ലേ? അച്ഛനും അമ്മയും ഇവിടെ നിന്ന് എടുക്കാറെന്ന്. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ നോക്കാം. ഇവിടെ ഡ്രസ്സ് നമുക്ക് നോക്കാം എന്താ അവസ്ഥ. എന്തായാലും നമ്മളവിടെ ഉണ്ടായിരുന്ന കടന്റെ വരുന്നായിരുന്നു. നമ്മളന്ന് ഡ്രസ് നോക്കാം ഇവിടുത്തെ കളക്ഷൻ എന്താ അവസ്ഥ. അച്ഛനും അമ്മയത്ത് കയറിയിട്ടുണ്ട് ഓൾറെഡി. ഇവര് രണ്ടേലും ഇവിടുന്ന് പെൺകുട്ടികളുടെ ഡ്രസ്സാ. അപ്പൊ ഇവരാണ് സെലക്ട് ചെയ്യുന്നത്. അച്ഛൻ ഭരത്തുവടയാ. അതാ ഒച്ചുണ്ടാക്കുന്നതാ. മറ്റേ ലൈറ്റ് എത്തുന്ന ഒരു ഷൂല്ലേ. നമുക്ക് ഏതായാലും ഡ്രസ്സ് നോക്കിയിട്ട് വരാം. അവരും എടുക്കുന്നുണ്ട്, നമ്മളും എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഡ്രസ്സ് ഇത് കൺഫേം ചെയ്തെന്ന് പറഞ്ഞു. അമ്മ ഇതാണ് എടുത്തത്. ഇത് കാണിച്ചേ ഭാഗ്യ, ഇത് കാണിക്ക് ഡ്രസ്. അതിലൊരു ഹാർട്ടിന്റെ സിമ്പിള്, ഇതിലൊരു മൊയലിന്റെ സിമ്പിള്, ബണ്ണി.
നമുക്കിനി ചെരുപ്പും കൂടി എടുക്കാന്നായിരിക്കും. അത്ര ക്യൂട്ടായിട്ടുള്ള സാധനം ആക്സസറീസ് ഒന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ ജനിച്ച നല്ല രസം. ഇപ്പത്തെ പിള്ളേർക്ക് പല ടൈപ്പ് സാധനങ്ങള് ഫ്രീക്ക് സാധനങ്ങളൊക്കെയാണ്. അതും ശരിയാണ്. ഇപ്പോഴാണ് കുറെയൊക്കെ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഇപ്പം പൂക്കി വൈബ്സിലേക്കൊക്കെ എല്ലാവരും എത്തി തുടങ്ങിയത്. അപ്പം അതെല്ലാം നമുക്ക് ഡ്രസ്സായി കഴിഞ്ഞ് ഇനി നമുക്ക് ചെരുപ്പിൻ്റെ സെക്ഷൻ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ഷൂവും ഈ 2 ഡ്രസ്സും കൺഫേം ചെയ്ത്. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഡ്രസ്സ് അവിടുന്ന് സെലക്ട് ചെയ്തു, ഡ്രസ്സും ചെരുപ്പും. ഇനി ടോയ്സിന്റെ ഒരു കട അവിടെ തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം, നോക്കിയിട്ട് വരാം. ഈ ഒരു കട ഇപ്പൊ തുറന്നതാണ്. ഫസ്റ്റ് കസ്റ്റമർ നമ്മളാ തോന്നുന്നുണ്ട് എന്തായാലും. ഈ ഡോറക്കി കണ്ണല്ലേ ഗൈസ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂടി വെച്ചേക്കാ. ഇത് നിനക്കല്ലേ സത്യം പറഞ്ഞു? ഇതെനിക്കാണ്. ടോയ്സിന്റെ കട കയറി 1 വയസ്സുള്ള കുട്ടിക്കാണോ എന്റെ 25 വയസ്സുള്ള കുട്ടിക്കാണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇത് ഭരത്തിനെ അടിക്കാനാണ്. ഹായ്, ഒരാള് പറഞ്ഞാലേ കേക്കുള്ളൂ. ഹലോ, അവസാനം വിജയിച്ചു. എന്റെ ഡോറ് അയ്യ അടി വേണം നിനക്ക്. മാപ്പ് ചെയ്യാൻ പോകുന്നതായിരിക്കും ഗൂഗിൾ മാപ്പ് ഇട്ട് കാണിച്ചുതരാം. നോ നോ. സോ നമ്മളിവിടുന്ന് ടോയ്സ് ഒക്കെ മേടിച്ചു. ഇതേ ഭരത്ത് നമ്മളെ രണ്ടുപേരും. ഒരു ഡോറേനെ ഞാൻ മേടിച്ചു, കാക്ടസും മേടിച്ചു. കാക്ടസ്, ടോക്കിംഗ് കാക്ടസ്. യെസ്, അത് ചൈനീസ് സാധനമാണ്. എത്ര ആയാലും നിൽക്കുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തത്. ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തത് ഇറങ്ങാണ്. ഭരത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല വെയിലുണ്ട്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മളിതാ അവിടെ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്. പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നടക്കാം. ഇവിടെ എല്ലാരും ഉണ്ടാവും അത്യാവശ്യം. ഹൗ വാസ് ദ ജേർണി? ഓ നൈസ്. അതെ, ഇവിടെ ചെറിയ പന്തലൊക്കെ കാണുന്നുണ്ടല്ലേ. സോ ഗൈസ്, ഇവിടെ ഒരു ചെറിയ പന്തലൊക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ചെറിയൊരു മോശം എല്ലാവരും ഉണ്ട് അത്യാവശ്യം. അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം എന്താ പരിപാടി എന്തായി എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയ പാടെ തന്നെ ഉഷ്ണത്തിന് ശമനത്തിനായിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ടാങ്ക് കലക്കി തന്നത്. ഇത് അച്ഛൻ്റെ അനിയത്തിയാണ്, അവരാണ് നമുക്ക് വെള്ളമൊക്കെ എടുത്തത്. പിന്നെ അവിടുത്തെ റിലേറ്റീവ്സും പിന്നെ പിറന്നാളുള്ള ആ ഒരു കൊച്ചിൻ്റെ അച്ഛനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും അവിടുന്ന് വെള്ളം കലക്കി തന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ താരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ഈ കുട്ടീൻ്റെ പിറന്നാൾ, 1ാമത്തെ പിറന്നാളാണ്. ഈ കുട്ടിയല്ല, കൊച്ചിൻ്റെ അമ്മേൻ്റെ ഒക്കെ ഇരിക്കുന്ന കുട്ടി. ഇതൊക്കെ അവിടുത്തെ പിള്ളേരാണ്. അവരെല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവ് കാണിച്ചിട്ട് ഓടി നടക്കായിരുന്നു. ഇതാണ് പിറന്നാളുകാരി. 1ാമത്തെ വയസ്സാണ് ഈ കുട്ടിക്ക്. അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ ഒരു ചേച്ചിയാണുള്ളത്. പിറന്നാളുകാരിൻ്റെ പേര് ആൻവിക എന്നാണ്. ഈ കൊച്ചിൻ്റെ ചേച്ചീൻ്റെ പേര് സാൻവിക എന്നാണ്. അങ്ങനെ ആൻവിക സാൻവിക 2 സഹോദരിമാരാണ്. ഓരോ മണിക്കൂറിലും ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന പുതിയ പുതിയ ഡ്രസ്സുകൾ ഇട്ട് കണ്ട് ഇന്നത്തെ ദിവസത്തെ സെലിബ്രിറ്റി ആയിട്ട് വിലസായിരുന്നു. കണ്ണൊക്കെ വാലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോക്ലേറ്റ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും റെഡിയായി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മാജിക് പോപ്പർ ഉണ്ടല്ലോ, മറ്റേ ഒരു സാധനം പൊട്ടുന്നത്, അതൊക്കെ സെറ്റായിട്ട് ബാക്കിൽ ഇങ്ങനെ സാരംഗറുടെ ഭാഗ്യയുടെ റിലേറ്റീവ് ഒരു പയ്യുണ്ട്. അവനത് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ടായി. ഒട്ടും വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നില്ല. അതുകൊണ്ട് ചമ്മണ്ടായിച്ച ആൾ വിളിച്ച് നിൽക്കായിരുന്നു. പിന്നെന്താ, ഇവരെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും അവളുടെ അനിയത്തിയും പിന്നെ അത് അച്ചാച്ചനും അമ്മാമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ. അങ്ങനെ എല്ലാവരും കൂടെ നിരന്ന് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായി നിന്നു. കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ
ഒരു വയസ്സുള്ള കുട്ടിക്ക് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു സംഭവം കുട്ടീൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇതെന്താ ഇപ്പോൾ പരിപാടി, എന്താ നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്നുള്ള ആ ഒരു സംഭവമൊക്കെ കുട്ടീൻ്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നു. നമ്മളെ കസിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊട്ടിയില്ല പൊട്ടിയത് ഇവിടെയാണ് ഗൈസ്. ആ പാർട്ടി പോപ്പർ പൊട്ടി വീണത് എൻ്റെയും ഭാഗ്യനും പിന്നെ അവിടെ വന്നിട്ടുള്ളവരുടെ തലയിലായിരുന്നു. ശരിക്കും വേണ്ടത് ഇവിടേക്കായിരുന്നു. പിന്നെ കേക്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരത്ര സെറ്റാക്കിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ തലയിൽ നിന്നൊക്കെ തട്ടി മാറ്റാൻ കുറച്ചധികം എഫേർട്ട്. എന്നാലും ഇത് എങ്ങനെ ഇത്ര തലയ്ക്ക് അകത്തേക്കൊക്കെ കയറിപ്പോയി എന്നുള്ളതാണ് ആശ്ചര്യം. ഇത് പുറത്തുനിന്ന് അകത്തേക്ക് കയറിപ്പോയാലല്ലേ ഇങ്ങനെ അകത്ത് കയറിയിരിക്കുള്ളൂ. എന്നാലും ഇത് ഇത്ര കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എല്ലാവരും ഓരോരുത്തരുടെ തലയിലുള്ളത് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ കേക്ക് കൊടുക്കലായിരുന്നു. ഇത് കൊച്ചിൻ്റെ അച്ഛൻ്റെ അനിയനും പിന്നെ അവിടുത്തെ അവരെ റിലേറ്റീവ്സും പിന്നെ ഇത് അച്ഛമ്മയും പിന്നെ ഭാഗ്യൻ്റെ അമ്മയും എല്ലാവരും കേക്ക് കൊടുക്കുന്നത്. നമ്മുടെ അച്ഛൻ ആക്ടിങ് കിങ്. കേക്ക് കയ്യിൽ ഓൾറെഡി കൊടുത്തു. പിന്നെ ഫോട്ടോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും ചെറുതായിട്ട് ഒരു ചെറിയൊരു മധുരം വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ കുട്ടിക്ക് ഹാപ്പിയായി. കുട്ടി ആദ്യമായിട്ടായിരിക്കും അത് എക്സ്പീരിയൻസ് കണ്ട. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡ്രസ്സ് ഓരോ തവണ മാറ്റുന്നത് കണ്ട. നേരത്തെ മഞ്ഞില്ലായിരുന്നു, പിന്നെ വേറെ കളറില്ല, ഇപ്പോൾ വേറെ കളറില്ല. മൊത്തത്തിലൊരു അടിപൊളി ദിവസമാണ് പിറന്നാൾ. ചേച്ചിക്കുട്ടി റെഡി ചെയ്യുന്ന ചേച്ചിയല്ല മാമിയല്ലേ? മാമിയ ഈ ചെറുപ്രായത്തില് അപ്പം നമുക്ക് കേക്ക് കഴിക്കാനുള്ള സമയം. അങ്ങനെ നമ്മൾ ചെറിയൊരു പീസ് കേക്കൊക്കെ കഴിച്ച് എല്ലാവർക്കും അതങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും അവിടുന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാവരും അത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടെ കസിൻസ്, ഭാഗ്യൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയമായി. ഫസ്റ്റത്തെ റൗണ്ട് ഓൾറെഡി ഫില്ലായി. അപ്പം ഞാനും അച്ഛനും ഭരത്തും ഭാഗ്യം കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. തന്നെ എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ മോസ്റ്റ് പ്രോബബ്ലി സദ്യ തന്നെയാണ് കഴിക്കാറ്. അപ്പം അവിടെ ചെന്നിട്ട് സദ്യ തന്നെ കഴിച്ച്. നമ്മൾ പിന്നെ നെയ്ച്ചോറും ചിക്കനിന് എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ ചിക്കനും പിന്നെ സാലഡും അങ്ങനെ നെയ്ച്ചോറിൻ്റെ അരിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റ്. അങ്ങനെ സംഭവമൊക്കെ കഴിച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ച് ഫില്ലായി. എല്ലാവരും ഇരുന്നു. ഭാഗ്യൻ്റെ കസിൻസും പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും ഭരത്തും എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഇടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നത് ഈ ഫാൻ്റെ മുമ്പിൽ കൊടുങ്കാറ്റടിച്ചിട്ട് മുടിയൊക്കെ പാറി കളിക്കുക ആ സീൻ. എൻ്റെ സദ്യ ആയതുകൊണ്ട് അച്ഛൻ ഓൾറെഡി കഴിച്ചു. പിന്നെ അമ്മേൻ്റെ അടുത്ത് പോയി നിന്നു. സദ്യ ഉണ്ടായിരുന്നു, നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നെയ്ച്ചോർ ചിക്കൻ സെലക്ട് ചെയ്തു. പിന്നെന്താ കഴിച്ചു, എല്ലാരും കഴിച്ചു. പിന്നെ അവിടെ സ്ഥലമല്ല ഇരിക്കണം. അപ്പൊ നമ്മള് അമ്മായിയുടെ നമ്മള് അമ്മയുടെ വീട്ടിൽ വന്നിരുന്നു. നല്ല ഇവിടെ അല്ല AC വന്ന വഴി ചൂടത്ത് നിങ്ങോട്ട് വന്നു. അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. വേണ്ട എല്ലാവരും ഇരിക്കുന്നോണ്ടേ കാറ്റൊന്നും കിട്ടണോണ്ട് എനിക്ക്. അച്ഛനും അമ്മയും അവിടെ നിന്ന് ഫ്രീ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സ്ഥലം കൂടെ പോകാനുണ്ട്. അത് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം എന്താന്നുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഭാഗ്യത കൊച്ചിനെ കുറച്ചു നേരം എടുത്തിരുന്നു. പിന്നെ അമ്മ ഫോട്ടോ എടുത്തു. അച്ഛനും അമ്മയും എല്ലാവരും കുറേ നേരം കളിപ്പിച്ച കുട്ടീനെ. കുറച്ചു നേരം കളിപ്പിച്ച് പിന്നെ ഭരത്ത് തുരുതുര ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അമ്മയും ആ കുട്ടിയും കൂടെ നിൽക്കുന്നത്. അങ്ങനെ എടുത്തെടുത്ത് അവസാനം കുട്ടി കരയാൻ തുടങ്ങി. അങ്ങനെ കയ്യിൽ നിന്ന് പോയപ്പോൾ അതേ കുട്ടീൻ്റെ അമ്മ വന്നിട്ട് പിന്നെ എടുത്തോണ്ട് പോയി വാങ്ങി ചീത്ത. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. കാറിൽ നല്ല ചൂടാണ്. ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരും. പാലക്കാടാണ് ജില്ല. മറ്റേ ഓവലിലൊക്കെ കയറിയായിരുന്നു സീന്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ പിടിക്കാം. ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങനെ പോവാം. ഓക്കേ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പെട്രോൾ പമ്പിലാണ് കയറിയത്. സംഭവം ഫ്യൂല് കുറച്ച് കുറവായിരുന്നു. പിന്നെ നെക്സ്റ്റ് ലൊക്കേഷൻ അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെ ഫ്യൂൽ അടിച്ച്. ഈ കാണുന്നതാണ് പഴയ സൂപ്പ് അല്ലേ? ഒന്നുമില്ല തോന്നുന്നുണ്ട് ഇപ്പൊ അവിടെ. ഫോട്ടോ ഉണ്ടോ? തൃശ്ശൂർ പഴയ സൂവാണ്. ജില്ലാ പൈതൃക മ്യൂസിയം, കൊല്ലങ്കോട് കൊട്ടാരം. സോ എക്സൈറ്റഡ്. കാരണം നമ്മള് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞില്ലല്ലോ നമ്മള്. അതെ, അവിടെ എത്തിയിട്ട്. പക്ഷെ കുറച്ച് എക്സൈറ്റഡ് ആണ് നമ്മള്.
നമ്മളിതാ എത്തിയിട്ടുള്ളത് സ്ഥലത്തിന്റെ പേര് പുത്തൂരാണ്, തൃശ്ശൂർ പുത്തൂരാണ് സ്ഥലം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്ക്. 330 ഏക്കേഴ്സ് ഓഫ് ലാൻഡില് 300 crores ഒരു പ്രൊജക്റ്റ് ആണ്. ഗവൺമെന്റിന്റെ അല്ലേ അത്? യെസ്. അപ്പം അവിടെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബസ് എടുത്തിട്ട് നമ്മൾ സൈറ്റ് സീയിങ് പോലെ അങ്ങനെ പോവാന്ന് ആണ് കിട്ടിയൊരു ഐഡിയ. അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. നടന്നു കാണാൻ എന്തായാലും പറ്റില്ല, നടന്നുകൊണ്ട് അന്നത്തെ ദിവസം തീരില്ല. അപ്പൊ എന്തായാലും പിന്നെ നമ്മുടെ കൂടെ മാമിയും കസിനും ഉണ്ട്. അവർക്ക് ഇവിടെ വീട് എടുത്താണ്, അപ്പൊ അവരും കൂട്ടിയിട്ടുണ്ട് നമ്മള്. അവര് ബസ്സിന് വരുന്നുണ്ട് ഇപ്പൊ. പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്ക് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. 330 ഏക്കേഴ്സ് ഓഫ് ലാൻഡിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. അതിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇറക്കിയ പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തായാലും വിസിറ്റ് ചെയ്യുക. 2025 ഒക്ടോബർ ആ ഒരു മന്തിലൊക്കെ അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഐ മീൻ എല്ലാ മൃഗങ്ങളും ഒന്നും എത്തിയിട്ടില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. നമ്മൾ ഒന്ന് കാണാൻ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത്. നമ്മളങ്ങനെ സൂലൊന്നും അങ്ങനെ വിസിറ്റ് ചെയ്യാറില്ല യൂഷ്വലി. പിന്നെ അത് അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു നമുക്കൊന്ന് പോയി നോക്കാന്നുള്ളത്. അച്ഛൻ അങ്ങനെ ഹിസ്റ്ററിക്കൽ സാധനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം അച്ഛൻ സജസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ അവിടേക്ക് എത്തി. പിന്നെ ഭാഗ്യന്റെ റിലേറ്റീവ്സിന്റെ അവർ രണ്ടുപേരും വീട് ഇവിടെ. നമുക്ക് പാർക്കിങ്ങിന് കാശ് കൊടുക്കാനുണ്ടാവും. എത്ര രൂപയാന്ന് നോക്കാം. ശേഷം നല്ല കാറ്റുള്ള രീതിയിൽ പിന്നെ ഹൈറ്റിലുള്ള സ്ഥലമാണ് എന്തായാലും. ഇവിടെ 100 രൂപയുടെ പാർക്കിങ്ങിൻ്റെതായിട്ട് എത്ര 70 രൂപ ടിക്കറ്റിന്, 30 രൂപ KSRTC. അകത്തെ കയറാനുള്ള ടിക്കറ്റിന്. അപ്പൊ മൊത്തം 100 രൂപ ഒരാൾക്ക് 100 രൂപ വരും. അത്യാവശ്യം നല്ല വ്യൂ ഇവിടെ. നമ്മളിതാ ഇവിടെ എത്തി. സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള. അപ്പൊ നമ്മളിവിടുന്ന് പാർക്കിങ്ങിന് ചാർജ് കൊടുത്തു. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. പെർ പേഴ്സൺ 100 ടിക്കറ്റ് 70 പറഞ്ഞത്, ബസ്സിന് 30 അങ്ങനെയാ പറഞ്ഞത്. നോക്കി നോക്കാം. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ അത്യാവശ്യം വിപുലമായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഇപ്പൊ ഇവിടെ മാമിയും മോളും വരാണ്ട്. അപ്പൊ അവരെ വെയിറ്റ് ചെയ്യണം. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഐ ലവ് സൂ എഴുതിയിട്ടുണ്ട്. നോക്ക് ഗൈസ്, ആമ്പല് പല കളറ്, പിങ്ക്, വയലറ്റ്, വെള്ള എല്ലാം ഉണ്ട്. ഡബിൾ കളറൊക്കെ ഉണ്ട്. ഇതിന്റെ അകത്ത് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ പാർക്കിങ്ങിന് അവിടെ നേരെ കണ്ട കമാനം വഴി ഉള്ളിലേക്ക് കയറുക. ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് എടുക്കാൻ കൗണ്ടർ. ടിക്കറ്റ് അഡൽട്ടിന് 70, പിന്നെ അതേപോലെ ടിക്കറ്റ് ഫെയർ, ബസ് ഫെയർ 30, പിന്നെ 60+ ഏജ് ഉള്ളവർക്ക് എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ടിക്കറ്റ് ഫെയർ ഫോർ സീനിയർ സിറ്റിസൺ അങ്ങനെയുള്ളവർക്ക് 30 എഴുതുന്നത്. അപ്പം അങ്ങനെയാണ് ടിക്കറ്റ് ചാർജിന്. അത്യാവശ്യം സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ശ്രമിക്കാനും വാഷ്റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ടൂറിസത്തിനൊരു മുതൽക്കൂട്ടാണ്. വെള്ളത്താമരയൊക്കെ ഉണ്ട്. 2 ബോട്ടിൽ വെള്ളം. ക്ലോക്ക് റൂം ഉണ്ട്. സാധനങ്ങളൊക്കെ അവരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ ക്ലോക്ക് റൂമും പിന്നെ അതേപോലത്തെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ സ്നാക്സും ചെറിയ ചെറിയ കടികളും കഴിക്കാനുള്ളതും അത്യാവശ്യം കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇത് ഭാഗ്യയുടെ മേമയും മേമേൻ്റെ മോളും അനഘയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വീട് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് ഇവരും കൂടെ നമ്മളെ ജോയിൻ ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് കാണുന്ന ആ ഒരു കമാനത്തിൻ്റെ അവിടെ നിന്നുള്ളതാണ് എൻട്രൻസിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ബസ്. നമ്മൾ ഇവിടെ ബസ് വരും. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കറങ്ങിയിട്ട് ബസ് വരുന്ന സമയത്തെ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ കുറച്ച് ഭാഗം കാണാനുണ്ട്.
ഇവിടെ ആയിട്ടുണ്ടോ? കേറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വാം വെൽക്കം ചെയ്യാൻ ആ ഒരു ബുഷില് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്നു. ദേ ആ എഴുതി വെച്ചേക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ കറങ്ങിയിട്ട് പെട്ടെന്ന് ബസ് കയറില്ല, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ക്രൊക്കഡൈലിനെ കാണാനാ പോയത്. ഇത് നല്ല ചൂടായതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. മലയണ്ണാനെ കണ്ടു. ഇവിടെ എന്തൊക്കെയോ കിളികളാണ്, ഫുള്ള് ബേർഡ്സ്. നല്ല ഭംഗിയുണ്ട് അവിടെ. അവിടുന്ന് കുറെ ദൂരം നടന്ന് കാണാൻ തന്നെയാണ് ഉണ്ടായിരുന്നത് ബസ് വരുന്നതിന്. പിന്നെ അവിടെ മലയണ്ണാനും പിന്നെ കുറെ ബേർഡ്സിന്റെ വെറൈറ്റി, കൊക്കിന്റെ ഒക്കെ വെറൈറ്റികൾ കുറെ ഉണ്ടായിരുന്നു. ഈ കൊക്ക് എന്ന പേര്, പക്ഷെ കപ്പിളായിട്ട് ഇരിക്കുന്നു. കന്യാസ്ത്രീ കൊക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നു. കളറ് കന്യാസ്ത്രീകളുടെ ഡ്രസ്സിന്റെ കളറാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് കോൾഡ് കന്യാസ്ത്രീ കൊക്ക്. ഹോളി നെക്ഡ് സ്റ്റോർക്ക്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു സമയത്ത് ഇറങ്ങിയോണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. വെയിലത്ത് ബസ് വരും, ബസ് വന്നിട്ട് പോകണം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. കുറച്ചേരെ വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ഇവിടെ കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളൂ. മൂന്ന് ഡെവലപ്പായി വരാനുണ്ടാവും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഒക്ടോബറിൽ ഓപ്പൺ ആയതാന്ന് തോന്നുന്നു, 2025. അപ്പൊ ഇവിടെ മൃഗങ്ങളൊക്കെ കുറച്ചുകൂടെ വരാനുണ്ട്, ഒന്നുകൂടെ ഡെവലപ്മെന്റ് ആവാനുണ്ട്. ഇപ്പൊ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കുറവാണ്, കുറച്ച് ചേർവും. അപ്പൊ ആൾക്കാർ വരുന്നതനുസരിച്ച് ഒരു സൗകര്യങ്ങൾ കൂട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ എത്ര ബസ് ഉണ്ടെന്ന് അറിയില്ല. നമ്മളൊരു 10 മിനിറ്റ് അടുത്ത് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരു ബസ് വന്നത്. അതാണ് നല്ല റഷില്, അത്യാവശ്യം തിരക്കുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ ശരിക്കും സീറ്റിലിരിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുപോയത്, പക്ഷെ സർവീസ് കുറവാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളൊരു സ്റ്റോപ്പ് എത്തി, അവിടെ ഇറങ്ങി. പിന്നെ അവിടുന്ന് തിരിച്ചു കയറാനാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും എത്ര ദൂരം ഉണ്ട്, എത്ര ദൂരം പണി കഴിഞ്ഞാൽ അതിനെ പറ്റിയൊന്നും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ നമ്മൾ അവിടെ നടന്നു. ഓടിയ ബാക്കില് ഒരു ആർട്ടിഫിഷ്യൽ സോൺ, ലൈക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ലേക്ക്. വെള്ള, വയലറ്റ്, പിങ്ക് അമ്പലിന്റെ, പിന്നെ ഉള്ളില് ഇതുപോലെ താമരന്റെ. അവര് പോണ പിന്നാലെ പോവാ. ചുറ്റി ചുറ്റി അങ്ങനെ ആൾക്കാരെ പിന്നാലെ നല്ല തണുപ്പുണ്ട്. അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വേണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നടക്കാം. നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. കുറച്ചൊരു തണുപ്പുള്ളൊരു സ്ഥലമാണ്. അമ്മ അവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്, കുറച്ചു നേരം അവിടെ ഇരിക്കാൻ. പിന്നിലുണ്ട്, പിന്നില്. പോയിട്ട് അവിടെ ബസ് കിട്ടും. പിന്നെ പോയത് ഈ കാണുന്ന കുറേ മങ്കിക്കുട്ടന്മാരെ കാണാനായിരുന്നു. പല ഏജിലുള്ള കുരങ്ങന്മാരുണ്ട്. ചെറിയ കൊച്ചു തൊട്ടിട്ട് അങ്ങോട്ടുള്ള കുറേ എണ്ണുണ്ട്. മല ബൊണറ്റ് മക്കാക്കു, നാടൻ കുരങ്ങ്. ചൂടറിയില്ല.
എന്താ ഇതല്ല രസമുണ്ട്. എന്നിട്ട് എടുക്കാത്ത ഇല്ല മറ്റേ എന്തിന്റെ പേര് പുള്ളിപ്പുലി. ആ പുള്ളിപ്പുലി ആട്ടിൻകുട്ടി. ശരി. കണ്ടോ ആള് നേരം കുറേ ആയി കിടക്കാൻ തുടങ്ങിട്ട് അവിടെ. ആൾക്കാരെ കാണാനുള്ള ഒരു മൂഡിലല്ല കടുവ. ആള് റെസ്റ്റിംഗ് പീസിലാണ്. അവിടെ ദൂരെ എവിടെയോ ഇരിക്കുന്നുണ്ട് ആള്. ഒരു കിടക്കുന്നുണ്ട്. ആക്ച്വലി അവർക്ക് എന്താ പറയാ, പുറത്തിറങ്ങിയാ നമ്മളെ മറ്റേ ടാൻ അടിച്ചാലോ. സൺസ്ക്രീൻ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കിടക്കുന്നുണ്ട് ആള്. അങ്ങനെ കുറെ നേരം വെയിലത്തൊക്കെ നടന്നതിന്റെ ശേഷം എന്തേ കടുവേനെ നമ്മൾ അല്ലാതെ കണ്ടു. നേരത്തെ കടുവ കുറച്ച് ലേസി ആയതുകൊണ്ട് ആള് എന്താ ഇരയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സൈഡിൽ കിടക്കുന്നു. ഇവൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ഇവന് വേറെ എന്തോ ഒന്നിനുള്ള സെർച്ചിങ്ങിലാണെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാനായിട്ട് അതിന് കൊടുക്കാത്തോണ്ടാണോ അറിയില്ല. അവസാനം നമ്മൾ അതിന്റെ കുറെ ചേഷ്ടകൾ കണ്ടിട്ട് അവിടുന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് എല്ലാം വലിഞ്ഞ് ആളെന്തോ കാര്യമായിട്ട് അതിന്റെ അകത്തേക്ക് കയറാനുള്ള വഴി അന്വേഷിച്ചോളൂ. കുറെ ഐസ്ക്രീം കഴിക്കാൻ കണ്ട പിള്ളേർക്ക് ഐസ്ക്രീം പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഐസ്ക്രീം ഭൂപ്പത്തി അങ്ങനെ എന്തോ കടല പൊടിച്ചുണ്ടാക്കി എന്തോ മിഠായി കഴിച്ചു. കടല മിഠായി പോലെ ഐസ്ക്രീം, ബിസ്ക്കറ്റ്, കോഫി. ഈറ്റയും കൂടെയൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു ഗൈസ്. അടുത്തത് അവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ നടക്കണം, എന്നിട്ട് ബസ് കയറണം. ഈ പിന്നെ കാണുന്ന ഈ ഫ്രെയിം ഉണ്ടോ, അത് നല്ല രസമുണ്ട്. അവിടെ ഒരു ആ ഒരു വീട് പോലത്തെ സെറ്റപ്പിൽ കാണാം. അത്യാവശ്യം വെയിലുള്ള ഒരു കാലാവസ്ഥയാണ്. സ്റ്റിൽ ചെറിയൊരു തണലുള്ളതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകാൻ പറ്റും. അവരൊക്കെ മുമ്പിൽ നടക്കുന്നുണ്ട്. അച്ഛൻ കുട പിടിച്ച് നടക്കുക, എല്ലാവരും വെയിലുണ്ട് നടക്കുക. എന്തായാലും കുറച്ച് വൈറ്റമിൻ ഡി ഇന്ന് കൊള്ളാം. ഡ്രോമൈസ് നൊവൈഹോലൻഡി എമുവിന്റെ ശാസ്ത്രീയ നാമാണ് ഇപ്പൊ ഇത്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ആ ഒരു വ്യൂ ഞാൻ പറഞ്ഞ രസം. ഈ കുട്ടീൻ്റെ അമ്മ മുന്നിൽ പോയി, പിന്നെയാണ് എന്നെ കുട്ടി കണ്ടോ തോന്നുന്നു. പോപ്കോൺ എന്തോ ഞാൻ തട്ടിപ്പറിക്കി നേരിച്ചിട്ട് ഓടനായി, അതും കൊണ്ട് ഒരൊറ്റ ഓട്ടോടി മുമ്പിലേക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ വെള്ളത്തിൽ എങ്ങനെ ഉണ്ടോ അറിയില്ല. ഭാഗ്യക്ക് ഉരുളക്കാൻ ഇഷ്ടമാണ്, ഹിപ്പോക്ക് ഉരുളക്കാൻ ഇഷ്ടമാണ്. ഇതില് നമ്മളിവിടെ ഗാർഡൻ എടുത്ത് ചോദിച്ചു, ഇതില് സാധനം ഇല്ല. അപ്പോൾ വന്നിട്ടുണ്ടാവില്ല. മേ ബി ഇനി നെക്സ്റ്റ് ഒരു കുറച്ചുകൂടെ ആനിമൽസിൽ കൊണ്ടുവരാണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുണ്ടാവുള്ളൂ മിക്കവാറും. അപ്പോൾ ഇവിടെ ഒഫീഷ്യലി ഹിപ്പോപ്പൊട്ടാമസ് ഇല്ല. പിന്നെ നമുക്കിവിടെ ഓസ്ട്രിച്ച് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതും കൂടെ കാണാം. ഓസ്ട്രിച്ച് അങ്ങനെ അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കണ്ട ശേഷം നമ്മൾ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി പോകാന്ന് വെച്ചാൽ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ബസ് വന്നു. അതിലാണ് ആവശ്യത്തിലേറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഇരിക്കുന്ന മീൻസ് അതിൽ ഓൾറെഡി ഉള്ളവർക്ക് തന്നെ അതിൽ സീറ്റില്ല. പിന്നെ നമുക്ക് അതിൽ കയറാൻ പറ്റില്ല.
ഹലോ, പേരെന്താ? എവിടെ സ്ഥലം? ആള് നാണക്കാരനാണ്. ബസ്സിൽ നമ്മൾ കയറണം എന്നാണ് പറയണത്, ഇല്ലെങ്കിൽ നമുക്ക് നടന്നു പോവാം. സെക്കൻഡ് ബസ്. ഒരു വിധത്തിൽ നമ്മൾ ബസ്സിൽ കയറി പറ്റി, സീറ്റ് കിട്ടി, അങ്ങനെ എല്ലാവരും ഇരുന്നു. നമ്മളെല്ലാവരും ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ അനഘ ഇരുന്നുകൊണ്ടിരുന്ന സീറ്റിൽ വേറൊരു പ്രായമുള്ള ഒരാൾ വന്നപ്പോൾ, ഒരു കുട്ടി ഉള്ളൊരു ചേച്ചി വന്നപ്പോൾ അവൾ എണീറ്റ് കൊടുത്തു. പരത്തിന് സീറ്റ് കിട്ടി. പിന്നെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് അങ്ങനെ റിട്ടേൺ പോയി. സംഭവം നമ്മളെ വിചാരിച്ചത് ഫസ്റ്റ് ബസ് വന്ന് നിർത്തി, പിന്നെ അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത്, പിന്നെ അടുത്ത സ്ഥലത്ത് അത്രയും കാണാനുണ്ടല്ലോ. പക്ഷേ ഇത് ഫുള്ള് പണി ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയി കണ്ടില്ലേ, ആ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവിടെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യമുള്ള ലൊക്കേഷൻ കഴിഞ്ഞു. പിന്നെ കാണാനൊന്നുമില്ല. നമ്മൾ ഞെട്ടി, ഇത്ര വട്ടം തീർന്നോണ്ടില്ല. സംഭവം ഫുള്ള് പണി ചെയ്യാത്തോണ്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു. ഇപ്പം നമ്മൾ കണ്ടില്ല മുതലേൻ്റെയും പുള്ളിമാൻ്റെയും ഒക്കെ സ്ഥലം. അത് ഇവിടെ ബസ് കയറുന്നതിന് മുന്നേ കാണാനുള്ളായിരുന്നു. പിന്നെ നേരത്തെ ബസ് ആദ്യം തന്നെ വന്നു പോയതുകൊണ്ട് നമ്മൾ പിന്നെ അതിൽ കയറി. അങ്ങനെ പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ആദ്യം ഞാൻ വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാനുണ്ടായി. അതുകൂടെ കണ്ടിട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് അവിടുത്തെ എൻട്രൻസിലുള്ള ഒരു അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സാധനങ്ങളൊക്കെ പേപ്പറിൽ വന്നതിൻ്റെ കട്ടിങ്. നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാണ്. നമ്മൾ എത്ര മണിക്കാണ് കയറി? 3 മണി കഴിഞ്ഞു. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കയറിയതാ. 3 മണിക്ക് ആയിട്ടുണ്ടാവും. ഏകദേശം 2-2.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്തായി വേർത്തായിട്ട് തോന്നിയത്? തോന്നി. പക്ഷെ എന്നാലും കുറച്ചും കൂടെ വരാനുണ്ട്. ആനിമൽസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. 6 മാസത്തെ ടൈം എടുക്കും പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വല്ലാതെ തോന്നുന്നു. എന്താ അച്ഛൻ്റെ അഭിപ്രായം? ഭരതമ്പിള്ള എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സോ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഇവര് നേരെ നാട്ടിലേക്ക് പോവാണ്. സോ നമ്മളും നാട്ടിലേക്ക്. അവര് പിന്നെ അവിടുന്ന് വന്ന പോലെ തന്നെ നേരെ ഈ റോഡ് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് ബസ് കയറാനുള്ള സ്ഥലമുണ്ട്. അവിടെ വരെ നടന്നിട്ട് അവിടുന്ന് കയറാന്ന് പറഞ്ഞു. നമ്മൾ ഈ കാറിൽ പിന്നെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി. ആയ കാലത്ത് കല്യാണം കഴിച്ചാൽ ഇതേപോലെ ആവാത്ത കാലത്ത് കൈ പിടിക്കുന്ന ഒരാളുണ്ടാവും. സോ ഗൈസ്, നമ്മളിതാ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 2 മണിക്കൂറിന്റെ ഉള്ളിൽ അവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും അച്ഛന്റെ സജഷൻ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 30 ഏക്കർ 300 സംതിങ് ക്രോർസിന്റെ പ്രൊജക്റ്റാ. പക്ഷെ കുറച്ചുകൂടെ ഇനിയും ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും പിന്നെ അതുപോലെ ആനിമൽസ് ഒക്കെ വരാനുണ്ട്. അതെ, ഒരു കറക്റ്റ് ഒരു മാപ്പ് സ്ട്രക്ചർ, എവിടുന്ന് തുടങ്ങണം, എവിടെ എൻഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യാൻ, അങ്ങനെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ആയിട്ടില്ല. യെസ്, അത് നമുക്ക് കറക്റ്റ് യൂട്ടിലൈസേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അവര് ഗൈഡൻസിൽ എങ്ങനെ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു റൂട്ട് മാപ്പ് ഇല്ലാത്തതുകൊണ്ട് തോന്നിയ പോലെ എവിടെ കണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിരിക്കും. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഭാഗ്യന്റെ മേമയും മോളൊക്കെ അങ്ങോട്ട് പോയി. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് മലപ്പുറത്തോട്ട് തിരിച്ചു പിടിക്കുകയാണ്. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ഓക്കേ, കുടിക്കാൻ നിർത്തിയതാണ്.
അങ്ങനെ അവിടുന്ന് പാതി വഴിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ ബോഡി ഫുള്ള് ഡീഹൈഡ്രേറ്റ് ആയി. അത്രയും നല്ല വെയിലല്ലേ. പിന്നെ നമ്മൾ അവിടുന്ന് കരിക്ക് കുടിക്കാൻ വേണ്ടി ഒരു സൈഡ് നിർത്തി. നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിർത്താൻ വേണ്ടി നോക്കി. അവിടെ നിന്ന് പാർക്കിംഗ് സെറ്റ് ആവാത്തതുകൊണ്ട് അവസാനം റോഡ് സൈഡിൽ തന്നെ എങ്ങനെയോ നിർത്തിയിട്ടിട്ട് അവിടുന്ന് കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് ഇളനീർ കരിക്കൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയി നമ്മൾ. അങ്ങനെ കരിക്ക് കുടിച്ച് പിന്നെ അതിൻ്റെ അകത്തുള്ള കാമ്പും സാധനങ്ങളൊക്കെ കഴിച്ച് ഭാഗ്യം ഞാനും അച്ഛനും അമ്മയും ഭരത്തും എല്ലാവരും ഒക്കെ കുടിച്ച് കഴിച്ച് സെറ്റ്. അവിടുന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ കാറിലൊരു വൈബ് പിടിച്ച് അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആനന്ദ് ഭവൻ അവിടെ കയറി നോക്കിയപ്പോൾ അവിടെയാണ് അടച്ചിട്ടേക്കുക. പിന്നെ നമ്മൾ ചോദിച്ചു നോക്കാം ആദ്യം വണ്ടിയില്ല പിന്നെ നോക്കിക്കൂടെ. എന്തോ ഭാഗ്യം കൊണ്ട് പഴയിളം രുചിയിൽ മാത്രം അടവല്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തി ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ പനീറിൻ്റെ ഒരു ഡിഷും പിന്നെ മഷ്റൂമിൻ്റെ ഒരു ഡിഷും ആയിരുന്നു പറഞ്ഞത്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചപ്പാത്തിയും അതും കൂടെ കൂട്ടി, മീൻസ് പനീറും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മഷ്റൂമൊക്കെ ചേർത്ത് കഴിച്ചു. അങ്ങനെ ഫില്ലായി. നമുക്കെല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി. നമ്മൾ അധികം നോൺ വെജൊക്കെയാണ് പുറത്തു പോയിട്ട് കഴിക്കാറ്. പിന്നെ ചില സമയങ്ങളൊക്കെ വെജ് പോവും. അത് അച്ഛൻ്റെ നിർബന്ധമാണ്. അച്ഛന് ഇടയ്ക്ക് വെജ് നല്ലതാണെന്ന് പറഞ്ഞിട്ട്, ശരിക്കും നല്ലതാണ്, ഹെൽത്തിയർ വെജ് തന്നെയാണ്. അങ്ങനെ നമ്മൾ വെജ് പ്രിഫർ ചെയ്യാണ്ട് ഓവർ നോൺ വെജ്. അങ്ങനെ അതൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ ഒരു ലെമൺ ടീ ദഹനത്തിന് നല്ലതാണ്. അങ്ങനെ ലെമൺ ടീയും കുടിച്ച് നമ്മൾ അവിടുന്ന് ഫില്ലായിട്ട് പിന്നെ ഇനിയിപ്പോൾ നൈറ്റ് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി രാത്രി ആവാറായിട്ട് ഒരു 6-7 മണി ആ ഒരു സമയത്താണ് അപ്പോൾ നമ്മൾ ഡിന്നർ ഇവിടെ നിന്നാക്കിയത്. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അങ്ങനെ പിന്നെ നൈറ്റ് നേരെ അത് വെച്ച് പിടിച്ചു. പോകുന്ന കഴിക്കാൻ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിൽ റീച്ച് ആയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പിറന്നാളിന് പോയി. പിന്നെ നമ്മൾ സുവോളജിക്കൽ പാർക്കിൽ പോയി. അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, ചിലപ്പോൾ ടൈം ഉണ്ടായി പോകാമെന്ന് വിചാരിച്ചു, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെയും പോയി. വലിയ സംഭവമായിട്ടില്ല, പക്ഷെ അവിടെ കുറച്ചുകൂടെ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.